ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. അതായത് നമ്മൾ വെറുതെ കളയുന്ന 10 രൂപയുടെ കുപ്പിയാണ്. ഇത് 10 രൂപയുടെ അല്ല, ഇത് 20 രൂപയുടെ കുപ്പിയാണ്. അപ്പോൾ അതൊന്ന് മേക്ക് ഓവർ ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പെയിൻറ്റിൽ നമ്മൾ നല്ലതുപോലെയുള്ള ഒരു കളർ ഷെയ്ഡ് കൊടുക്കുകയാണ്. അതായത് ഗ്രീൻ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയില്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് അടിച്ചാലും മതി. വൈറ്റിനെക്കാട്ടും ഗ്രീനാണ് നല്ലത്. ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഡാർക്ക് ഗ്രീനാണ്. ഇത് നമ്മളെ ഈ ഇലയൊക്കെ തിളത്ത് വരുന്ന ഒരു കളറായിട്ടാണ്. ഇപ്പോൾ ഗ്രീനിൻ്റെ ഇല ഇതേ ഉള്ളായിരുന്നു. അപ്പം പിന്നെ നമ്മൾ കൂടുതലും നമ്മൾ പൈസ എടുത്തൊന്നും മേടിക്കേണ്ട കാര്യമുള്ള ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഉള്ളത് കൊണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പോൾ ഇതിലാണ് ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. നമ്മളെന്ത് വിചാരിച്ചാലും നടക്കും. പക്ഷെ നമ്മളാരും മലയാളികളാരും വിചാരിക്കത്തില്ല. അതാണ് മെയിൻ കാര്യം. അപ്പം ഞാൻ വിചാരിക്കും ഒരു മേക്ക് ഓവറായിട്ട് നല്ലതുപോലെ അടിപൊളിയായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിന് ഇതിനായിട്ട് നമ്മൾ പെട്ടെന്ന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഈ കുപ്പി നിൽക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കല്ലുമണ്ണ് ഇടണം. കണ്ട, ഇത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ 2-3 പ്രാവശ്യം കുപ്പി വീണ്. എന്നിട്ട് ഞാൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുത്തില്ല എന്ന് പറഞ്ഞതുപോലെ എന്നിട്ട് ഇത് കണ്ട, ഇത് കല്ലുമണ്ണ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ അടപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മളീ പൂമാല എന്ന് തോന്നുന്നു. ഇതിപ്പം ഇത്രയും ഇതായിട്ട് 29 രൂപയുടെ ഉള്ളായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളതിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് പശ വെച്ച് ഒരിക്കലും ഒട്ടിക്കരുത്. നമുക്കത് റിമൂവ് ചെയ്യുമ്പോൾ അത് പിന്നെ നശിച്ചു പോകും. അതിൻ്റെ നിങ്ങളുടെ നമ്മളൊരു നൂല് വെച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് റിമൂവ് ചെയ്ത് പിന്നെ നമുക്ക് അടുത്ത വർഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേ കണക്ക് ഇത് സിമ്പിളാണ്. നമുക്ക് വലിയ എഫേർട്ടൊന്നും എടുക്കണ്ട. ഇത് കഴിഞ്ഞ വർഷം ഇരിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിത് ഈ നൂല് വെച്ചങ്ങ് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ ഇത് തറയിൽ വീണ് നമ്മൾ പെട്ടെന്ന് പോകുകയെന്നൊന്നും പേടിക്കണ്ട. എന്നിട്ട് ഈ അടപ്പ് ഞാൻ പിന്നീട് വിചാരിച്ചങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഇതിൻ്റെ അടിയിലോട്ട് വെച്ചൊക്കെ കുറച്ചൊക്കെ എടുത്ത് കട്ട് ചെയ്ത് മേളിലോട്ടൊക്കെ വെച്ച് പിന്നെ വിചാരിച്ചൊരു സ്റ്റാറും കൂടെ വെച്ചാൽ ബെറ്റർ ആയിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഇരുന്നത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ വർഷം നമുക്ക് വലുതായിട്ടൊന്നും മേടിക്കേണ്ടി വന്നില്ല. ഒന്നും നമ്മൾ മേടിച്ചില്ല. എന്തിനാണ് നമ്മൾ ഓരോ വർഷം നമ്മളത് റിപ്പയർ ചെയ്ത് തന്നെയാണ് എല്ലാ വർഷവും ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മളെടുത്തിട്ട് ഒരു സ്റ്റാറൊക്കെ മുകളിൽ സെറ്റ് ചെയ്ത് എന്നിട്ട് ഫൈനൽ ലുക്ക് ഇതാണ്. ഫൈനൽ എന്ന് വെച്ചാൽ ഒരു പകുതി ഉള്ളൂ. അതിലൊരു 95% എന്നെങ്കിലും പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അതാണ് നല്ല കടുപ്പപ്പെട്ട പണി. ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കണം. അതായത് ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഇട്ടിട്ട് കുറച്ച് ബൗൾസൊക്കെ അതിൻ്റെ അകത്തിട്ട് സെറ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു. അതൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും മേടിക്കേണ്ടി വന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ പെട്ടെന്നൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫിനിഷിംഗ് ആയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് കമൻറ്റ് കൊള്ളാമല്ലേ എന്നുള്ളൊരു കമൻറ്റും കൂടെ ഒന്ന്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ, സീ യു.